ഹലോ ഡിയേഴ്സ്, നിങ്ങൾ ഒരുപാട് പേര് +2 റീവാലുവേഷൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് മിനിയാന്നും ഇന്നലെയും ഇന്നുമൊക്കെയായി ഒരുപാട് പേര് വാട്സാപ്പിൽ മെസ്സേജായിട്ടും വീഡിയോകളുടെ താഴെ കമൻ്റായിട്ടും ഒക്കെ ചോദിക്കുന്ന കാര്യമാണ്, എന്നാണ് +2 റീവാലുവേഷൻ്റെ റിസൾട്ട് വരിക, എന്തുകൊണ്ടാണ് അത് വൈകുന്നത് എന്നല്ല. സോ അതുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഈ വീഡിയോ വഴി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒപ്പം ഫോട്ടോ കോപ്പിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ +2 എക്സാമിൽ ഏതെങ്കിലും സബ്ജക്റ്റ് ഫെയിലായവർ, ഇനിയിപ്പം അടുത്ത പബ്ലിക് എക്സാമിൻ്റെ കൂടെ അത് എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ, എക്സാമിൻ്റെ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. സോ വീഡിയോ മുഴുവനായിട്ട് കേൾക്കുക. അതോടൊപ്പം തന്നെ എക്സാമുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുകൾ, ഇനിയിപ്പം വരുന്ന പബ്ലിക് എക്സാമുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുകൾ, എക്സാമുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജീസ്, അതൊക്കെ നമ്മൾ വീഡിയോസ് ആക്കിയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യും. സോ അതൊക്കെ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കുക. ഒപ്പം സ്റ്റുഡൻസ് എഴുതി ഫെയിലായവർക്ക് വേണ്ടി മാത്രം, ഇനിയിപ്പോൾ അടുത്ത പബ്ലിക് എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അടുത്ത എക്സാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതൊക്കെ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടി ആ കമ്മ്യൂണിറ്റിയിലും നിങ്ങൾക്ക് ജോയിൻ ആകാം. ഒരുപാട് പേര് അതിനകത്തുണ്ട്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഒപ്പം നിങ്ങൾ നമ്മുടെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കമൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്. വീഡിയോസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് കമൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആളുകളിലോട്ട് എത്തിക്കാൻ സഹായിക്കും. അപ്പോൾ നമുക്കതൊരു വലിയ ഉപകാരമാകും. മാത്രമല്ല ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആകും. കാരണം ഇപ്പോഴും നമ്മുടെ ബാച്ചിൽ ജോയിൻ ആവുന്ന സ്റ്റുഡൻസ് ഉണ്ട്. പലരും അതിനകത്ത് പറയുന്നത് എക്സാമിൻ്റെ സമയത്ത് ക്ലാസ്സുകളെക്കുറിച്ച് അറിയാൻ സാധിച്ചില്ല. കാരണം നമ്മൾ സയൻസ് സ്റ്റുഡൻസിന് ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അപ്പം അത് ഏത് ക്ലാസ് ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, ഏത് ചാപ്റ്റർ ആയിക്കോട്ടെ, ഡെമോ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഡെമോ സെഷൻ വയ്ക്കും. അങ്ങനെ ഡെമോ ക്ലാസ്സുകൾ കേട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകളൊക്കെ ഓക്കെയാണ്, അടിപൊളിയാണ്, മനസ്സിലാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ജോയിൻ ആയാൽ മതി എന്നാണ് നമ്മൾ പറയുക. കാരണം നമ്മുടെ ക്ലാസ്സുകളെക്കുറിച്ച് നമ്മൾ അത്രയ്ക്ക് കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ അത് കൂടുതൽ ആളുകളിലോട് എത്തിക്കഴിഞ്ഞാൽ അവർക്കും സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. ഒരുപാട് പേര് പറഞ്ഞത് എക്സാമിൻ്റെ സമയത്ത് അറിയാൻ സാധിച്ചില്ല, അങ്ങനെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു വർഷം നഷ്ടപ്പെടില്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം നമ്മുടെ റിസൾട്ടുകളും ആ രീതിയിലാണ് നമുക്ക് വന്നിട്ടുള്ളത്. വളരെ കുറഞ്ഞ മാർക്കുമായിട്ട് വന്ന് +2 കെമിസ്ട്രി ഒക്കെ കണ്ടോ, ഇവിടെ 6 മാർക്കുമായിട്ട് അവരെ ഫെയിലായി വന്നിട്ട് 32 മാർക്കിലോട്ട് വളരെ കുറഞ്ഞ സമയങ്ങൾ കൊണ്ട് എത്താൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ നമുക്ക് ലഭിച്ചത് നമ്മൾ ലൈവായിട്ട് വളരെ എഫേർട്ട് എടുത്ത് അവർക്ക് ക്ലാസ്സുകൾ നൽകിയതുകൊണ്ടാണ്. അല്ലാണ്ട് റെക്കോർഡഡ് ക്ലാസ്സസും ബാച്ചസും അങ്ങനെയല്ല നമ്മുടെ ക്ലാസ്സസ്. നമ്മൾ ലൈവായിട്ട് തന്നെ കാര്യങ്ങൾ കൃത്യമായി ക്ലാസ്സിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. അതുകൊണ്ടാണ് റിസൾട്ടുകൾ വന്നത്. കാണാം, 5 മാർക്ക് 24 മാർക്കിലോട്ട് വളരെ കുറഞ്ഞ സമയത്ത് ക്ലാസ്സുകൾ കൊണ്ട് മാറി. അതുപോലെ 6-27 ആയ മാറിയ കേസുകൾ 9-31, 10-28, അതുപോലെ തന്നെ 5-7 കണ്ടായിരുന്നു. ഫിസിക്സിൽ 28 ഒറ്റയടിക്ക് വന്നു. +1 അവർ ഫെയിലായിരുന്നു. അതുപോലെ 14-32, 17-30, അങ്ങനത്തെ ഒക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല ഫിസിക്സിലൊക്കെ ഫെയിലായവർക്ക് 39 മാർക്കിലോട്ടൊക്കെ എത്തിയെന്ന് പറയുമ്പോഴേ വലിയ ഒരു സന്തോഷമാണ്. അത് നമ്മൾ അത്രയും എഫേർട്ട് എടുത്ത് ക്ലാസ് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ സയൻസ് അതിനകത്ത് ഫെയിലായിട്ടുണ്ടെങ്കിൽ, സയൻസ് സബ്ജക്റ്റുകൾ ഫെയിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ വലിയ ഉപകാരം. അപ്പം നമ്മൾ റീവാലുവേഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് അതിൻ്റെ റിസൾട്ട് വരുമെന്നുള്ള ആ ഒരു സന്തോഷ വാർത്തയാണ് നിങ്ങളുമായിട്ട് നമുക്ക് പങ്കുവെക്കുവാനുള്ളത്. ഒപ്പം ഫോട്ടോ കോപ്പി ഒരുപാട് പേർക്ക് അതിനകത്ത് ലഭിച്ചു കഴിഞ്ഞു. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്തതിന് ശേഷം ആ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഒരു ടീച്ചർ അതിനകത്ത് വെരിഫൈ ചെയ്ത് മാർക്കുണ്ട് എന്നുള്ള ആ ഒരു കാര്യവുമായിട്ട് നിങ്ങളത് മാർക്കുണ്ടെന്ന് അവർ എഴുതി തന്ന അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അവിടെ സെക്രട്ടറി, അവിടെ ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റുമായി ബന്ധപ്പെട്ട് അതിനകത്ത് മാർക്ക് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. ഒപ്പം ഇനിയിപ്പം നോട്ടിഫിക്കേഷൻ, സാധാരണ കഴിഞ്ഞ വർഷമൊക്കെ നോട്ടിഫിക്കേഷൻ വന്നത് അതിനകത്ത് ഈ ഒരു ഒക്ടോബർ നവംബർ ആ ഒരു സമയത്ത്, അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആ മാസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ചെയ്യും. അപ്പോൾ എന്തായാലും മിക്കവാറും ഒരു ഒക്ടോബർ നവംബർ ആ ഒരു സമയത്തൊക്കെ ആയിരിക്കും. ഇനിയിപ്പം സെപ്റ്റംബർ തൊട്ട് തന്നെ നമ്മളതിനകത്ത് നോക്കാം. നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ അറിയിക്കും, കമ്മ്യൂണിറ്റി വഴിയും നമ്മുടെ ചാനൽ വഴിയുമൊക്കെ. അപ്പോൾ അതൊക്കെ മിസ്സാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കുക. ഒപ്പം കമ്മ്യൂണിറ്റിയിലും ജോയിൻ ആവുക. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ചോദിക്കാം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.